ഗ്രാമീണ സ്ത്രീകളെ പ്രതിഫലം നൽകി ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായം മക്കയിലുണ്ടായിരുന്നു. അത് അക്കാലത്ത് സർവ്വസാധാരണയായിരുന്നു. മുലയൂട്ടാൽ ഒരു തൊഴിലായി സ്വീകരിച്ച് നിരവധി സ്ത്രീകൾ അന്ന് ഗ്രാമീണ കുടുംബങ്ങളിലുണ്ടായിരുന്നു. പ്രസവിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തൻ്റെ കുഞ്ഞുങ്ങളെ പ്രതിഫലം നിശ്ചയിച്ച് പോറ്റുവാൻ ഏറ്റെടുക്കുന്ന ഇവർക്ക് ഒരു സമൂഹത്തിൽ ഉന്നത പദവി നൽകുകയും ചെയ്തു. മുലകുടി ബന്ധത്തിലൂടെയുള്ള ഭർത്താവിനും യഥാർത്ഥ മാതാവിൻ്റെ തൊട്ടടുത്ത സ്ഥാനം ഇസ്ലാം കൽപ്പിക്കുകയുമുണ്ടായി. ഈ സമ്പ്രദായം വ്യാപകമാക്കാൻ പല കാരണങ്ങൾ പറയപ്പെടുന്നുണ്ട്. പ്രധാനമായി ഗ്രാമീണർക്കിടയിലായിരുന്നു അന്ന് അറബി ഭാഷയുടെ തനിമ നിലനിന്നിരുന്നത്. പരിശുദ്ധ മക്ക വിവിധ ജനവിഭാഗങ്ങളുടെയും സംസ്കാരത്തിൻ്റെയും ഭാഷാശൈലികളുടെയും സങ്കരമായി മാറിക്കഴിഞ്ഞിരുന്നു. വിവിധ ദേശക്കാരും ഭാഷക്കാരും കുടിയേറി താമസമാക്കിയതിനാൽ അക്ഷരസ്ഫുടതയും സാഹിത്യശുദ്ധിയും നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഗ്രാമീണ ജനങ്ങളിൽ നിന്നാണ് സാഹിത്യ സാമ്രാട്ടുകളും ഭാഷാസ്ഫുടരുമെല്ലാം പിറവിയെടുത്തത്. ഗ്രാമീണരുടെ ശുദ്ധ ഭാഷ ചെറുപ്രായത്തിൽ തന്നെ പരിചയപ്പെടുക എന്ന ലക്ഷ്യം മുലയൂട്ടൽ ഏൽപ്പിക്കുന്നതിൻ്റെ പിന്നിലുണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിക്കാലം കഴിച്ചുകൂട്ടിയത് ബനു സഅദ് ഗോത്രം അറബി ഭാഷാ സ്ഫുടത്തിലും സാഹിത്യ സന്നദ്ധതയിലും പേരുകെട്ട കുടുംബങ്ങളിൽ വസിച്ചിരുന്ന പ്രദേശത്തായിരുന്നു. ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു പരിചയപ്പെടുത്തൽ പോലും ആവശ്യമില്ലാത്ത വിധം പ്രശസ്തയാണ് ഹലീമ ബീബി. ത്വായിഫ് നഗരത്തിൽ നിന്ന് ഏകദേശം 70 കിലോമീറ്റർ അകലെയായി തെക്ക് ഭാഗത്ത് താമസിച്ചിരുന്ന കുടുംബമാണ് ബനു സഅദിയ. ഇത് മക്കയുടെ കിഴക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ആരിസ് ബിൻ അബ്ദുൽ ഉസ്സയാണ് ഹലീമ ബീബിയുടെ ഭർത്താവ്. ഖുറൈശി ഗോത്രങ്ങൾ അവരുടെ മക്കളെ മക്കയ്ക്ക് ചുറ്റുമുള്ള മരുഭൂമി ഗോത്രങ്ങളിലേക്ക് അയക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അവാസിൽ നിന്നുള്ള ബനി സഹദ് ബിൻ ബക്കർ, കിനാനിൽ നിന്നുള്ള ബനി ലൈസ് ബിൻ ബക്കർ എന്നീ ഗോത്രങ്ങളായിരുന്നു കുട്ടികളെ മുലയൂട്ടിയിരുന്നത്. ഈ ഗോത്രക്കാർ ഭാഷാശുദ്ധിയിലും സ്വഭാവത്തിലും വളരെ നല്ലവരായിരുന്നു. അതുകൊണ്ടാണ് അവരെ മുലയൂട്ടാൻ ഏൽപ്പിക്കാനുള്ള പ്രധാന കാരണം തന്നെ. ഈ ഗോത്രങ്ങളിലെ സ്ത്രീകൾ മരുഭൂമിയിൽ നിന്ന് മക്കയിലേക്ക് മുലയൂട്ടാനായി കുട്ടികളെ കൊണ്ടുപോകാനായി വരും. സാമ്പത്തികമായി മെച്ചമുള്ള കുടുംബങ്ങളിലെ കുട്ടികളെയായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത്. ഇനി കഥകൾ നമുക്ക് മഹദിയുടെ വാക്കുകളിൽ തന്നെ കേൾക്കാൻ പറ്റും. മഹദി പറയുന്ന ഒരുപാട് കഥകളുണ്ട്. ആ കഥകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു വരുന്നത്. പതുക്കെയാണ് ഞാൻ നടന്നു നീങ്ങിയത്. കാരണം എൻ്റെ കഴുത വളരെ ക്ഷീണിച്ച് അവശയായിരുന്നു. എൻ്റെ മകൻ അബ്ദുള്ളയും അവൻ്റെ ഉപ്പയും എൻ്റെ കൂടെ ഉണ്ട്. മെലിഞ്ഞൊട്ടിയ പ്രായം ചെന്ന ഒരു പെണ്ണ് ഒട്ടകമായിരുന്നു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങളുടെ ഈ പതുക്കെയുള്ള നടത്തം കാരണം ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ഞങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടി. അവർ പലപ്പോഴും ഞങ്ങളെ കാത്തു നിൽക്കുന്നത് പതിവായിരുന്നു. അവസാനം അവർക്കും അതൊരു പ്രയാസമായി തീർന്നു. ആ കടുത്ത ക്ഷാമം മൂലം ഞാൻ മെലിഞ്ഞു തളർന്ന് അവശയായിരുന്നു. എൻ്റെ മുലയിൽ ഒരിറ്റു പാല് പോലും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ഒട്ടകവും ഒരു തുള്ളി പാൽ ചുരുത്തുമായിരുന്നില്ല. കുട്ടിയുടെ കരച്ചിൽ മൂലം രാത്രി ഒരുപോലെ കണ്ണടക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവസാനം മക്കയിൽ എത്തിച്ചേരുകയാണ്. മക്കയിലെത്തിയ ഞങ്ങളോട് ഇങ്ങനെ ഒരു കുട്ടിക്ക് മുല കൊടുക്കാൻ ആളെ നോക്കുന്നുണ്ടെന്ന വിവരം പലരും പറഞ്ഞു. എൻ്റെ കൂടെയുള്ള 10 പേരും ഈ കുട്ടിയെ പോയി നോക്കിയെങ്കിലും പിതാവ് നഷ്ടപ്പെട്ട അനാഥനായ മുഹമ്മദ് എന്ന ബാലനെ ഏറ്റെടുക്കാൻ ആരും തയ്യാറായില്ല. അതിനൊരു കാരണം കൂടിയുണ്ട്. അനാഥനായ ആ കുട്ടിയെ ഏറ്റെടുത്താൽ എന്ത് കിട്ടാനെന്ന ചിന്തയിൽ എല്ലാവരും തിരിച്ചു വന്നതാണ്. കിലോമീറ്ററോളം സഞ്ചരിച്ച് ഇത്രയും ദൂരം വന്ന് തിരിച്ചു പോകുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നി. ഒരു കുട്ടിയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ വളരെ സന്തോഷത്തോടെ തിരിച്ചു പോകാമായിരുന്നെന്ന് ഞാനും കണക്ക് കൂട്ടിയിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം ഭർത്താവിനോട് പറയുകയും ഭർത്താവ് അത് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ വീണ്ടും ഞാൻ ആമിന ബീവിയുടെ വീട്ടുവാതിൽക്കലേക്ക് എത്തുകയാണ്. ഞാൻ വാതിലിൽ മുട്ടുകയും ആമിന ബീബി വാതിൽ തുറന്നു. അങ്ങനെ ഹലീമ ബീബി ആമിന ബീവിയിൽ നിന്ന് മുഹമ്മദിനെ വാങ്ങുകയാണ്. വെറുതെ മടിയിൽ വെച്ച് മുലയൂട്ടാനായി ഒരുങ്ങി. അത്ഭുതമെന്ന് പറയട്ടെ, ആശ്ചര്യമെന്ന് പറയട്ടെ, 2 മുലക്കണ്ണുകളിൽ നിന്നും ധാരധാരയായി പാൽ ചുരുത്താൻ തുടങ്ങി. എന്തൊരത്ഭുതമാണ്! അള്ളാഹു ഉദ്ദേശിച്ചത്ര പാൽ വരാൻ തുടങ്ങി. മതിവരുവോളം അതിൽ നിന്ന് എൻ്റെ മോൻ മുഹമ്മദ് പാൽ കുടിച്ചു. തുടർന്ന് എൻ്റെ മകൻ അബ്ദുള്ളയും ഇഷ്ടം പോലെ മുലപ്പാൽ കുടിച്ചു. അവനും ഉഷാറായി. ദാഹവും വിശപ്പും അവിടെ തീരുകയായിരുന്നു. അങ്ങനെ എൻ്റെ ഭർത്താവ് ഞങ്ങളുടെ പ്രായം ചെന്ന ഒട്ടകത്തെ സമീപിക്കുകയാണ്. അത്ഭുതമെന്ന് പറയട്ടെ, അതിൻ്റെ അകിട് നിറയെ പാൽ നിറഞ്ഞു നിന്നിരുന്നു. അത് കറന്നെടുത്ത് ഞാനും അദ്ദേഹവും മതിവരുവോളം കുടിച്ചു. ദാഹവും വിശപ്പും അവിടെ തീരുകയായിരുന്നു. തലേനാൾ വരെ ഒട്ടും പാൽ ചുരുത്താത്ത ഒട്ടകമായിരുന്നു അത്. അന്ന് രാത്രി ഞങ്ങൾ സുഖമായി കിടന്നുറങ്ങി. എൻ്റെ ഓർമ്മയിലെ ഏറ്റവും സുഖകരമായ രാത്രിയായിരുന്നു അത്.
നേരം പുലർന്നപ്പോൾ ഭർത്താവ് പറഞ്ഞു, അലീമ, നീ സ്വീകരിച്ചിരിക്കുന്നത് പുണ്യം നിറഞ്ഞ ഒരു പൈതലിനെയാണ്. ഞാൻ പ്രതികരിച്ചു, അതെ, എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഉക്കാദ് ഉത്സവചന്തയിലെത്തിയ കുഞ്ഞിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ച ഒരു ജ്യോത്സ്യൻ വിളിച്ചു പറഞ്ഞു, ഈ പിഞ്ചു കുഞ്ഞിന് നല്ല ഭാവിയുണ്ട്, രാജാധികാരം ഇവന് വന്നു ചേരും. പ്രവചനം കേട്ട അലീമ ബിബിക്ക് കുട്ടിയെക്കുറിച്ച് പ്രതീക്ഷകൾ വർദ്ധിച്ചു. അവർ യാത്ര തുടരുകയാണ്. അലീമ ബിബി യാത്ര തുടർന്നു. ഞാൻ എൻ്റെ കഴുതപ്പുറത്ത് കയറി പിഞ്ചു പൈതലിനെയും മടിയിലിരുത്തി യാത്ര തുടങ്ങി. അള്ളാഹുവാണ് സത്യം, എൻ്റെ കഴുതയുടെ സഞ്ചാര വേഗത അസാധാരണമാംവിധം വർദ്ധിക്കുകയായിരുന്നു. എൻ്റെ സ്നേഹിതകൾക്കൊന്നും എൻ്റെ യാത്രയോടൊപ്പം എത്തിച്ചേരാൻ കഴിയുമായിരുന്നില്ല. അവർക്കൊക്കെ അത്ഭുതം തോന്നി. എൻ്റെ കഴുതയുടെ ശക്തിയും വേഗതയും കണ്ട അവർ ദൂരെ നിന്ന് വിളിച്ചു പറഞ്ഞു, അബൂ റഹീബിൻ്റെ പെണ്ണെ, നിനക്ക് ഇതെന്തൊരു വേഗതയാണ് നിനക്ക്, നിന്റെ കഴുതക്ക് ഇങ്ങനെ വേഗത കൂടുവാൻ കയറിയ കാരണം എന്താണെന്ന് അവർ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒരു ചാവാളി കഴുതയായിരുന്നല്ലോ നിന്റെ കഴുത, ഇത്രയും വേഗം കൂടാൻ കാരണം എന്താണെന്ന് അവർ വിളിച്ചു ചോദിച്ചുകൊണ്ടേയിരുന്നു. ഞാനപ്പോൾ പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത്. ഞങ്ങൾ വസതികളിൽ എത്തിച്ചേർന്നു. ഇത്രയും ദാരിദ്ര്യവും വരൾച്ചയും അനുഭവപ്പെട്ട മറ്റൊരു രാജ്യത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല. മഴയും വെള്ളവുമില്ലാതെ ഭൂതലമാകെ വിണ്ടുകീറിയ സമയമായിരുന്നു. എന്നാൽ പൊന്നുമോൻ വന്നെത്തിയതോടെ അവസ്ഥകളെല്ലാം പെട്ടെന്ന് മാറിത്തുടങ്ങി. അയൽപക്കങ്ങളെ വീട്ടുകാരുടെ വളർത്തുമൃഗങ്ങളിൽ നിന്ന് ഒരു തുള്ളി പാലും അന്ന് ലഭിച്ചിരുന്നില്ല. മൃഗങ്ങൾക്ക് വെള്ളം കൊടുക്കുവാൻ ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങൾ വീക്ഷിക്കുവാനെത്തിയ ഉടമകൾ അവരും ഇടയന്മാരോട് പറയും, നിങ്ങൾ അലീമയുടെ ആടുകളെ കാണുന്നില്ലേ, അവയുടെ വയറ് നിറഞ്ഞ് കാണുന്നില്ലേ, അകിടുകൾ പാൽ നിറഞ്ഞിരിക്കുന്നു, നിങ്ങൾക്കെന്തേ അലീമയുടെ ആടുകളെ കൂടെ മേയ്ക്കാൻ നടന്നുകൂടെ എന്ന് ഇടയന്മാരോട് മുതലാളിമാർ ചോദിക്കാൻ തുടങ്ങി. എന്നാലും ഫലം പഴയതു തന്നെ. എൻ്റെ ആടുകൾ വയറ് നിറഞ്ഞു മടങ്ങും, അവരുടേതാകട്ടെ വയറൊട്ടിയതുമായിരിക്കും. ഞങ്ങളുടെ വീട്ടിലാകെ എപ്പോഴും വല്ലാത്തൊരു സുഗന്ധം തങ്ങി നിന്നു. ആരെങ്കിലും വീട്ടിലേക്ക് കടന്നു വന്നാൽ കസ്തൂരിയുടെ സുഗന്ധം ആസ്വദിക്കുന്നല്ലോ എന്നവർ പറയുമായിരുന്നു. അതെല്ലാം എൻ്റെ മകൻ്റെ സാന്നിധ്യം കൊണ്ടായിരുന്നെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. നാട്ടിലുള്ളവർ മുഴുവൻ അവനെ സ്നേഹിക്കാൻ തുടങ്ങി. ഒരു പ്രത്യേക സ്നേഹം അവരിൽ ജനിപ്പിച്ചു. നാട്ടിൽ ആർക്കെങ്കിലും വല്ല അസുഖങ്ങളും ബാധിച്ചാൽ അവർ എൻ്റെ വീട്ടിൽ വരും. കുഞ്ഞിൻ്റെ തിരുകരം പിടിച്ച് രോഗിയുടെ വിഷമം നേരിടുന്ന ഭാഗങ്ങളിൽ സ്പർശിക്കും. അതോടെ രോഗം ശമിച്ചിരിക്കും. ആടുമാടുകൾക്കുണ്ടാകുന്ന രോഗങ്ങൾക്കും ഇപ്രകാരം അവർ പരിഹാരം കണ്ടു തുടങ്ങി. അലീമ ബിബി നബിയെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ അവർക്ക് ഷൈമ എന്ന മുലകുടി പ്രായമുള്ള അബ്ദുള്ള എന്ന മകനും ഉണ്ടായിരുന്നു. ഷൈമയ്ക്ക് ഏകദേശം 5 വയസ്സായിരുന്നു. കൊച്ചനുജനോടൊപ്പം പുതുതായി വന്ന ബാലനെ കളിപ്പിക്കുകയും നടക്കാൻ കൊണ്ടുപോവുകയൊക്കെയും ചെയ്യുന്നത് ഷൈമയായിരുന്നു. ഷൈമയോട് പ്രത്യേക വാത്സല്യം മുഹമ്മദിനും തോന്നി തുടങ്ങിയിരുന്നു. ഒരു ജ്യേഷ്ഠ സഹോദരിയായി പുതുതായി വന്ന പൈതലിനൊപ്പം അഭിവൃദ്ധിയും ഫലപുഷ്ടിയും വീട്ടിലേക്ക് കടന്നു വന്നത് അവർക്കും ആസ്വദിക്കാനായി. 4 വയസ്സുവരെ മാത്രമേ പ്രവാചകൻ അവരോടൊപ്പം കഴിച്ചുകൂട്ടാൻ കഴിഞ്ഞുള്ളൂ. മലക്കുകളെത്തി പ്രവാചകരുടെ നെഞ്ചു പിളർത്തിയ സംഭവം ഉണ്ടായതോടെയാണ് അലീമ ബീവിക്ക് പേടി തോന്നിയത്. അലീമ ബീവിയും ഭർത്താവും വല്ലതും സംഭവിക്കുമോ എന്ന് ഭയപ്പെടുകയും കുട്ടിയെ ആമിന ബീവിയെ തന്നെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. വിവരം കേട്ട ആമിന ബീബി ഈ കുട്ടിയുടെ കാര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നും ഗർഭസമയത്തും പ്രസവ നേരത്തും സമാനമായ പലതിനും ഞങ്ങൾ സാക്ഷിയാണെന്നും അറിയിക്കുകയും ചെയ്തു. അനാഥനും ദരിദ്രനുമായ മുഹമ്മദിൻ്റെ കുടുംബത്തിൽ നിന്ന് പ്രതിഫലമൊന്നും ലഭിക്കില്ലെന്നറിഞ്ഞിട്ടും മാതൃത്വത്തിൻ്റെ മാധുര്യവും സ്നേഹവും ചാലിച്ച് മുലപ്പാൽ ആവോളം കുഞ്ഞിന് അലീമ പകർന്നു നൽകി. പിന്നീടുള്ള അലീമ ബീബിയുടെ ജീവിതത്തെക്കുറിച്ചുള്ള പരാമർശം കാണുന്നത് വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ്. ക്ഷാമം ബാധിച്ച ഒരു വർഷത്തിൽ അവർ മക്കയിലെത്തുകയും ഖദീജ ബീബിയെ വിവാഹം കഴിച്ച് താമസിക്കുന്ന തൻ്റെ മുലകുടി പുത്രനെ കാണുകയും ചെയ്തു. എൻ്റെ ഉമ്മ എന്ന് വിളിച്ച് പ്രവാചകൻ അവരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും തിരിച്ചു പോകുന്ന വേളയിൽ ഖദീജ ബീബി അവർക്ക് 40 ആടുകളെ സമ്മാനമായി നൽകുകയും ചെയ്തുവെന്നാണ്. അവസാന നാളുകളിൽ അലീമ ബീബി വിശുദ്ധ മദീനയിലെത്തുകയും അവിടെ വെച്ച് മരണപ്പെടുകയും ജന്നത്തുൽ ബഖീയിൽ ഖബറടക്കുകയും ചെയ്തുവെന്നാണ് ചരിത്രം. മക്ക വിജയത്തിന് ശേഷം അവാസിൻ ഗോത്രം നടത്തിയ ആക്രമണത്തിൽ അവർ പരാജയപ്പെട്ടതിനെ തുടർന്ന് 6000 തടവുകാർ മുസ്ലിങ്ങളുടെ കൈകളിലെത്തി. 24,000 ഒട്ടകങ്ങളും 40,000 ആടുകളും അവരോടൊപ്പം പിടിക്കപ്പെട്ടിരുന്നു. ഈ അവസരത്തിൽ ബന്ദികളുടെ ഇടയിൽ നിന്ന് 60 വയസ്സുള്ള ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെട്ട് താൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹോദരിയാണെന്ന് അവകാശപ്പെട്ടത് ചരിത്രത്തിൽ കാണാം. പ്രവാചകന്റെ സന്നിധിയിലെത്തി അവർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദൂതരെ, ഞാൻ ഷൈമയാണ്, അബൂബക്ഷയുടെയും അലിമത്ത് സഹദിയുടെയും മകൾ.
അഥവാ മുലകുടി ബന്ധത്തിൽ നിങ്ങളുടെ സഹോദരി. ഇത് കേട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തിരിച്ചറിയുകയും ഏറെ ആദരിക്കുകയും ചെയ്തു. അതോടെ അവരും ഇസ്ലാം ആശ്ലേഷിക്കുകയും തൻ്റെ ഗോത്രങ്ങളിലേക്ക് മടങ്ങാൻ പ്രവാചകരോട് സമ്മതം വാങ്ങുകയും ചെയ്തു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അടിമയെയും കുറച്ച് ഒട്ടകങ്ങളെയും ആടുകളെയും സമ്മാനമായി നൽകി. അവരെ സന്തോഷത്തോടെ യാത്രയാക്കി. പക്ഷേ യാത്രയാക്കുന്നതിന് മുമ്പ് ഷൈമയോട് അവിടെ നിൽക്കാനും എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഷൈമക്ക് തൻ്റെ ഗോത്രങ്ങളിലേക്ക് മടങ്ങാനായിരുന്നു സമ്മതമെന്ന് ചരിത്രം പറയുന്നു. വിവരമറിഞ്ഞ് ബനു സഅദിൽ നിന്നും അവാസയിൽ നിന്നുള്ള 14 മുസ്ലിങ്ങളുടെ ഒരു പ്രതിനിധി സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് തങ്ങളുടെ ഗോത്രത്തിന് പ്രവാചകരുമായുള്ള ബന്ധം മുൻനിർത്തി പറയുകയാണ്. തടവുകാരെ മോചിപ്പിക്കണമെന്ന് അവർ അപേക്ഷിക്കുകയും ചെയ്യുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അപേക്ഷ നിരസിക്കാനായില്ല. 6000 തടവുകാരെയും മോചിപ്പിച്ച് അപേക്ഷയുമായി വന്ന സംഘത്തിലെ നേതാവിനെ ഷാൾ അണിയിച്ച് ആദരിച്ചാണ് പ്രവാചകൻ തിരിച്ചയച്ചത്. അതോടെ അവരെല്ലാം ഈ മതത്തിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ് ഇസ്ലാം പുൽകുകയും ചെയ്തുവെന്നാണ് ചരിത്രം.